അർത്ഥത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം വിവിധ തരം വസ്ത്രങ്ങൾ ധരിച്ച് വരുന്ന ഒരു സീനുണ്ട്. അദ്ദേഹം ജയിലിൽ നിന്ന് മറ്റോ ഇറങ്ങിയതിന് ശേഷം ഒരു പർച്ചേസിങ് നടത്തി പലതരം ഡ്രസ്സുകളിലുള്ള ഒരു പാട്ട് ശ്യാമാംബരം എന്നുള്ള ആ പാട്ട് രംഗത്താണത്. പലതരം കോസ്റ്റ്യൂംസിൽ മമ്മൂട്ടിയുടെ ഒരു താരത്തിൻ്റെ എല്ലാ വേഷഭൂഷാദികളോടും കൂടി ആ സിനിമയിൽ വരുന്ന ഒരു സീക്വൻസ് ആയിരുന്നു. അപ്പം അത് ചിത്രീകരിക്കുന്ന വേളി ലേക്കിനടുത്ത് വെച്ചിട്ടാണ് നമ്മൾ കാണുവാൻ വേണ്ടി ചെന്നത്. അപ്പോൾ അങ്ങനെ അന്ന് അദ്ദേഹത്തിൻ്റെ കൊണ്ടസ കാറിൽ വന്നിറങ്ങിയിട്ട് ഒരു കോസ്റ്റ്യൂമിൽ തന്നെ നല്ല പാൻറ്റും അങ്ങനെയുള്ള തിളക്കമുള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് മമ്മൂട്ടി ഇറങ്ങി ഇങ്ങനെ ധൃതിയിൽ വരുമ്പോൾ നമ്മൾ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് ആവശ്യപ്പെടുകയായിരുന്നു, ഇന്നയാളാണ്, ഇങ്ങനെ വെള്ളി നക്ഷത്രത്തിൽ നിന്നാണ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നമ്മളെ തട്ടി മാറ്റിയിട്ട് മമ്മൂട്ടി അങ്ങ് നടന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അന്നത്തെ ഒരു ഗൗരവവും ആ പ്രായത്തിൻ്റെ ചടുലതയും ആ ഒരു താരത്തിൻ്റെ ഒരു എല്ലാ പടുതികളുമുള്ള ഒരു സമയവും സന്ദർഭവുമായിരുന്നു. അപ്പോൾ നമ്മളും വളരെ തീരെ ചെറിയ പ്രായം, നമുക്ക് ഈ മമ്മൂട്ടിയെ കണ്ടതിൻ്റെ ഒരു സന്തോഷവും ആവേശവും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ അതിൻ്റെ രീതികൾ. ഇന്നത്തെ കാലത്ത് മമ്മൂട്ടിയുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത രീതിയിൽ കമാൻഡോകളും സെക്യൂരിറ്റികളും അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ മമ്മൂട്ടി. അന്ന് അങ്ങനെയല്ല. അന്ന് നമുക്ക് ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ മമ്മൂട്ടിയുടെ നേരിൽ മമ്മൂട്ടിയുടെ അടുത്തേക്ക് ചെല്ലാം. അങ്ങനെ അദ്ദേഹത്തെ അങ്ങനെ ഒന്ന് തടയുന്നത് പോലെ എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന രീതിയിൽ അദ്ദേഹം തട്ടി മാറ്റിയിട്ട് മുമ്പോട്ട് പോയി.